ലോക പാർക്കിൻസൺസ് ദിനം. ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. തേന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. തേന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. വരിക വരിക സഹചരേ എന്ന വരികൾ ആരുടേതാണ്? വരിക വരിക സഹചരേ എന്ന വരികൾ ആരുടേതാണ്? അംശി നാരായണപിള്ള. വരിക വരിക സഹചരേ എന്ന വരികൾ ആരുടേതാണ്? അംശി നാരായണപിള്ള. ചന്ദന നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം. ചന്ദന നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം മൈസൂർ. ചന്ദന നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം മൈസൂർ. മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ്, ഹിമാചൽ പ്രദേശ്. മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ്, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ. ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ അലാവുദ്ദീൻ ബാമൻ ഷാ. ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ അലാവുദ്ദീൻ ബാമൻ ഷാ. ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയ വൈസ്രോയി. ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയ വൈസ്രോയി കോൺവാലിസ്. ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയ വൈസ്രോയി കോൺവാലിസ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് മെക്കാളെ പ്രഭു. ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് മെക്കാളെ പ്രഭു. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം ആന്തമെറ്റോളജി. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം ആന്തമെറ്റോളജി. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം ആന്തമെറ്റോളജി. സിന്ധു നദീജല കരാർ നെഹ്റു ആരുമായാണ് ഒപ്പുവെച്ചത്? സിന്ധു നദീജല കരാർ നെഹ്റു ആരുമായാണ് ഒപ്പുവെച്ചത്? മുഹമ്മദ് അയ്യൂബ് ഖാൻ. സിന്ധു നദീജല കരാർ നെഹ്റു ആരുമായാണ് ഒപ്പുവെച്ചത്? മുഹമ്മദ് അയ്യൂബ് ഖാൻ. സ്ത്രീകൾക്ക് വേണ്ടി അഭയ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സ്ത്രീകൾക്ക് വേണ്ടി അഭയ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സുഗതകുമാരി. സ്ത്രീകൾക്ക് വേണ്ടി അഭയ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സുഗതകുമാരി. സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജപ്പാനിലെ ക്ഷേത്രം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജപ്പാനിലെ ക്ഷേത്രം റങ്കോളി ക്ഷേത്രം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജപ്പാനിലെ ക്ഷേത്രം റങ്കോളി ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവർണൻസ് പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവർണൻസ് പദ്ധതി പാസ്പോർട്ട് സേവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവർണൻസ് പദ്ധതി പാസ്പോർട്ട് സേവ. സിറ്റിസൺ ഫോർ ഡെമോക്രസി സ്ഥാപിച്ചത് ആരാണ്? സിറ്റിസൺ ഫോർ ഡെമോക്രസി സ്ഥാപിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. സിറ്റിസൺസ് ഫോർ ഡെമോക്രസി സ്ഥാപിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ചെന്നൈ. ഭരണഘടന ഏത് വകുപ്പിനനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ഭരണഘടനയുടെ ഏത് വകുപ്പിനനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആരിൽ നിന്നുമാണ് കടമെടുത്തത്? ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആരിൽ നിന്നുമാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആരിൽ നിന്നുമാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി 5 വർഷം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി 5 വർഷം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല കോട്ടയം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ദുർഗേശ നന്ദിനി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ദുർഗേശ നന്ദിനി. ബനിയാൻ മരം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം. ബനിയാൻ മരം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം പേരാൽ. ബനിയാൻ മരം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം പേരാൽ. സംഘകാല കൃതികളിൽ ആദ്യ ഗ്രന്ഥം ഏത്? സംഘകാല കൃതികളിൽ ആദ്യ ഗ്രന്ഥം ഏത്? തോൽക്കാപ്പിയം. സംഘകാല കൃതികളിൽ ആദ്യ ഗ്രന്ഥം ഏത്? തോൽക്കാപ്പിയം. ശതവാഹന സ്ഥാപകൻ ആര്? ശതവാഹന സ്ഥാപകൻ ആര്? സിമുകൻ. ശതവാഹന സ്ഥാപകൻ ആര്? സിമുകൻ. ശതവാഹന സ്ഥാപകൻ സിമുകൻ. ഇഖ്ത സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇഖ്ത സമ്പ്രദായം നടപ്പിലാക്കിയത് തുർക്കി സുൽത്താൻമാർ.
ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത്? തുർക്കി സുൽത്താൻമാർ. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. തേന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? ചെന്തുരണി. വരിക വരിക സഹചരെ എന്ന വരികൾ ആരുടേതാണ്? അംശി നാരായണപിള്ള. ചന്ദന നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം? മൈസൂർ. മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി? ബിയാസ്, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി? പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ? അലാവുദ്ദീൻ ബാമൻ ഷാ. ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയ വൈസ്രോയി? കോൺവാലിസ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പിതാവ്? മെക്കാളെ പ്രഭു. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം? ആന്ത മെറ്റോളജി. സിന്ധു നദീജല കരാർ നെഹ്റു ആരുമായാണ് ഒപ്പുവെച്ചത്? മുഹമ്മദ് അയ്യൂബ് ഖാൻ. സ്ത്രീകൾക്ക് വേണ്ടി അഭയ എന്ന സംഘടന രൂപീകരിച്ചതാരാണ്? സുഗതകുമാരി. സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജപ്പാനിലെ ക്ഷേത്രം? റങ്കോളി ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവർണൻസ് പദ്ധതി? പാസ്പോർട്ട് സേവ. സിറ്റിസൺ ഫോർ ഡെമോക്രസി സ്ഥാപിച്ചതാരാണ്? ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ചെന്നൈ. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആരിൽ നിന്നുമാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി? 5 വർഷം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? കോട്ടയം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ? ദുർഗേശ നന്ദിനി. ബനിയാൻ മരം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം? പേരാൽ. സംഘകാല കൃതികളിൽ ആദ്യ ഗ്രന്ഥം ഏത്? തോൽക്കാപ്യം. ശതവാഹന സ്ഥാപകൻ ആര്? സിമുഖൻ. ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത്? തുർക്കി സുൽത്താൻമാർ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.